എല്ലാ കൂട്ടുകാർക്കും C4P ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. അതായത് നമ്മുടെ വീഡിയോക്ക് എൻഡ് സ്ക്രീൻ എങ്ങനെ നൽകാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ എൻഡ് സ്ക്രീൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഒരു വീഡിയോ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മറ്റു വീഡിയോകൾ ഇങ്ങനെ കാണുകയും അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അങ്ങനെയുള്ള ഒരു സ്ക്രീനാണ് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പം തന്നെ നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ PC-യിലൂടെയാണ് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്ക് മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ സാധിക്കും, പക്ഷെ നമ്മുടെ സാധാ YT സ്റ്റുഡിയോയുടെ ആണ് നമ്മളിത് ചെയ്യുന്നത്. സാധാ ഫോണിലെ YT സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷനിലൂടെ ഇത് നമുക്ക് സാധിക്കില്ല. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഫോണൊന്ന് കമ്പ്യൂട്ടർ സൈറ്റ്, അതായത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കേണ്ടതുണ്ട്. നമ്മുടെ ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ആക്കാം. അങ്ങനെ നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ആ വീഡിയോ കണ്ട് ശേഷം ഈ വീഡിയോയും കണ്ട് നിങ്ങൾക്ക് എൻഡ് സ്ക്രീൻ നൽകാൻ കഴിയും. അപ്പോൾ നമ്മുടെ ക്രോം ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ക്രോം ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് നമ്മുടെ ചാനൽ ഐക്കൺ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ YT സ്റ്റുഡിയോ എന്ന് കാണാം. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ YT സ്റ്റുഡിയോയുടെ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സൈഡിലായിട്ട് കാണാം വീഡിയോ മാനേജർ എന്ന്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വീഡിയോക്കാണ് എൻഡ് സ്ക്രീൻ നൽകേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു യൂട്യൂബിലെ വീഡിയോ ഗാലറിയിലേക്ക് ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മൗസ് കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലിറ്റ്സ്, അതുപോലെ തന്നെ കമൻസ്, പിന്നെ വ്യൂ ഓൺ യൂട്യൂബ്, അങ്ങനെ ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് കാണാം. അതിൽ നമ്മൾ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കാണാം ഇവിടെ എൻഡ് സ്ക്രീൻ എന്ന്. ആ എൻഡ് സ്ക്രീൻ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എൻഡ് സ്ക്രീനുകൾക്കുള്ള ഓപ്ഷനാണ് ഇത്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ എൻ്റെ മൗസ് വെച്ച ഇതാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു വീഡിയോയും അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇവിടെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ അടിയിലേക്ക് ഇതാക്കുമ്പോൾ ചോസ് ഒഫീഷ്യൽ വീഡിയോ എന്ന് നമുക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോകളിൽ ഏതാണ് ഇഷ്ടമുള്ളത് നമ്മൾ ഇതിൽ എടുക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ആണ് അവിടെ നൽകുന്നത്. അപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഈ ഒരു വീഡിയോ ആയിരിക്കും അവർക്ക് കാണുക. ഇനി നമുക്ക് വീഡിയോയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ അതിലേതെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടണായിട്ട് നമുക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യണം. അവിടെ ഞാൻ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ
സെലക്ട് ചെയ്യണേ അവിടേക്ക് വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ വീഡിയോയുടെ അവസാനത്തിൽ, അതായത് 2:57 സെക്കൻഡാണ് നമ്മുടെ വീഡിയോ ഉള്ളത്. ആ 57 സെക്കൻഡിൽ 37 സെക്കൻഡ് 2:37 സെക്കൻഡ് മുതൽ 57 സെക്കൻഡ് 20 സെക്കൻഡ് മുമ്പ് നമ്മുടെ വീഡിയോയിൽ ഇതുപോലെ ഇത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് 47 ആക്കാൻ പോവുകയാണ്. 2:47. മുതലാണ് ഞാൻ ഈ ഒരു എൻഡ് സ്ക്രീൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ആക്കാം. അതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പുതിയ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇത്തരം നല്ല വീഡിയോകളുമായി ഇനിയും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റു യൂട്യൂബേഴ്സായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.